ദുബായ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്ന വൻകിട റോഡ് വികസന പദ്ധതിക്ക് അംഗീകാരമായി. 7 മേൽപ്പാലങ്ങളും 8 തുരങ്കപാതകളും ഉൾപ്പെടുന്നതാണ് ലത്തീഫ ബിന്ത് ഹംദാൻ കോറിഡോർ പദ്ധതി. 200 കോടി ദിർഹം ചെലവിട്ടുള്ള റോഡ് വികസന പദ്ധതി 2028ഓടെ പൂർത്തിയാക്കും. തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡ്, അൽഖൈൽ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലത്തീഫ ബിന്ത് ഹംദാൻ കോറിഡോർ പദ്ധതി. 12 കിലോമീറ്ററാണ് ആകെ ദൈർഘ്യം. നാദൽ ഷേബ, അൽബരാരി, ദുബായ് ഹിൽസ്, മുഹമ്മദ് ബിൻ റാഷിദ് ഗാർഡൻസ്, ഗ്ലോബൽ വില്ലേജ്, ഡിസ്ട്രിക്ട് 1 തുടങ്ങിയ മേഖലകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പദ്ധതി സഹായകമാകും. ഉമ്മൽ ഷിഫ് സ്ട്രീറ്റിൽ നിന്നും എമിറേറ്റ്സ് റോഡിലേക്കുള്ള യാത്രാസമയം 33 മിനിറ്റിൽ നിന്നും 15 മിനിറ്റാക്കി കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. പദ്ധതിയിൽ 7 മേൽപ്പാലങ്ങൾ ഉണ്ടാകും. 2.3 കിലോമീറ്ററാണ് മേൽപ്പാലങ്ങളുടെ ആകെ ദൈർഘ്യം. 8 തുരങ്കപാതകളാണ് പദ്ധതിയിലുള്ളത്. 900 മീറ്ററാണ് ആകെ നീളം. മണിക്കൂറിൽ 16,000 വാഹനങ്ങൾക്ക് കടന്നു പോകാം. ഒരു ദിവസം 1,30,000 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇരുഭാഗത്തേക്കും 4 ലൈനുകൾ വീതമുണ്ടാകും. 200 കോടി ദിർഹമാണ് പദ്ധതിയുടെ ആകെ ചെലവ്. 2028 പദ്ധതി പൂർത്തിയാക്കുമെന്നും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.